പാഠം 14. വെള്ളമില്ലാതെ വന്നാൽ. ജലം ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. വെള്ളമില്ലാതെ വന്നാൽ എന്താണു സംഭവിക്കുക? അതാണ് ഈ പാഠം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പഴയ കാലത്തെ നാഗരികതകളെല്ലാം വലിയ നദീതടങ്ങളിലാണ് വികസിച്ചതെന്ന് ചരിത്രം പറയുന്നു. എന്താണതിനു കാരണം? പ്രധാന കാരണം ഫലഭൂയിഷ്ഠമായ മണ്ണു തന്നെ. ജലത്തിന്റെ ലഭ്യതയും കൃഷിക്കുള്ള സൗകര്യവുമാണ് മറ്റു കാരണങ്ങൾ. ഈജിപ്ഷ്യൻ സംസ്കാരം ഉത്ഭവിച്ച നൈൽ നദിയുടെ തടങ്ങൾ, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം ഉത്ഭവിച്ച യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ തടങ്ങൾ എന്നിവ നാഗരികത വളർന്ന സ്ഥലങ്ങളാണ്. അപ്രകാരം ഭാരതത്തിന്റെ സാംസ്കാരിക ചരിത്രം ആരംഭിക്കുന്നത് സിന്ധു നദീതടത്തിൽ നിന്നാണല്ലോ. പശ്ചിമ പഞ്ചാബിലെ ഹാരപ്പയിൽ 1921 സിന്ധിലെ മോഹൻജദാരോയിൽ 1922 നടത്തിയ ഖനനങ്ങളാണ് സിന്ധു നദീതടത്തിലെ പ്രതാപകഥ പുറത്തുകൊണ്ടുവന്നത്. സ്വാതന്ത്ര്യപ്രാപ്തിയോടനുബന്ധിച്ചു നടന്ന ഭാഗം വെക്കലിന്റെ ഫലമായി ഈ സ്ഥലങ്ങൾ പാകിസ്ഥാനിലാണ് ഇപ്പോൾ. എന്തെല്ലാമാണ് ഗവേഷകർ അവിടെ കണ്ടതെന്നോ? സൂക്ഷ്മതയോടെ നിർമ്മിച്ച നഗരങ്ങൾ, കോട്ടമതിലുകൾ, പൊതുമന്ദിരങ്ങൾ, ധാന്യപ്പുരകൾ, അഴുക്കുചാലുകൾ, വിവിധ മുദ്രകൾ, പലവിധ ശില്പങ്ങൾ, നമുക്ക് വായിക്കാൻ കഴിയാത്ത ലിപികൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ അവിടെ കണ്ടെത്തി. ഏകദേശം 5200 വർഷങ്ങൾക്കു മുമ്പാണ് ഇത്തരം ഒരു സംസ്കാരം അവിടെ ആരംഭിച്ചത്. ഏതാണ്ട് 3000 വർഷങ്ങൾക്കുള്ളിൽ അത് അവസാനിക്കുകയും ചെയ്തു. ഇത്രയും വളർച്ച പ്രാപിച്ച ഒരു നാഗരികത എങ്ങനെയാണ് നശിച്ചത്? സിന്ധു നാഗരികതയുടെ നാശത്തിന്റെ കാരണങ്ങളിൽ ചരിത്രകാരന്മാർക്ക് ഒരേ അഭിപ്രായമല്ല. എന്നാൽ അടുത്ത കാലത്തു നടന്ന പഠനങ്ങൾ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ പുറത്തുകൊണ്ടുവന്നു. അതിൽ ഏറ്റവും പ്രധാനം ഇതാണ്: കടുത്ത വരൾച്ചയാണ് ഈ നാഗരികത നശിക്കാൻ കാരണം. സമൃദ്ധമായ കാലവർഷം ഉള്ളപ്പോഴായിരുന്നു അവിടെ ജനവാസം ഉണ്ടായത്. ഏകദേശം 2000 വർഷത്തോളം അത് നിലനിന്നു. ക്രമേണ വരൾച്ച ബാധിച്ചു, കൃഷി നശിച്ചു, കാലികൾ ചത്തൊടുങ്ങി. ജനം ചെറിയ സമൂഹങ്ങളായി ഗംഗാനദീതടത്തിലേക്ക് കുടിയേറി. അവിടെ സുഖമായി ജീവിച്ചു. ആളൊഴിഞ്ഞ നഗരങ്ങൾ ഭൂമികുലുക്കത്തിലോ മറ്റു കെടുതികളിലോ മണ്ണിനടിയിലായി. അങ്ങനെ ഒരു സംസ്കാരം ഓർമ്മയായി.